തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസിന് തിരൂരിൽ സ്റ്റോപ്പ് അനുവദിക്കാത്തതിൽ പ്രതിഷേധം കടുക്കുന്നു. കോട്ടയം വഴി പോകുന്ന ട്രെയിനാണ് നിലവിൽ ഇവിടെ സ്റ്റോപ്പ് ഇല്ലാത്തത്. ട്രെയിനിന് എന്തുകൊണ്ടാണ് സ്റ്റോപ്പ് അനുവദിക്കാത്തതെന്ന ചോദ്യത്തിന് ഇപ്പോഴും റെയിൽവേക്ക് മറുപടിയില്ല. കേരളത്തിന്റെ ആദ്യ സെമി ഹൈസ്പീഡ് ട്രെയിനായ കോട്ടയം വഴിയുള്ള കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് 2023 സെപ്റ്റംബറിലാണ് സംസ്ഥാനത്ത് അവതരിപ്പിച്ചത്. ആഴ്ചയിൽ 6 ദിവസമുള്ള സർവീസിന് കാസർഗോഡിനും തിരുവനന്തപുരം സെൻട്രലിനുമിടയിൽ 9 സ്റ്റോപ്പുകളാണുള്ളത്. കണ്ണൂർ, കോഴിക്കോട്, ഷൊർണൂർ ജംഗ്ഷൻ, തൃശൂർ, എറണാകുളം ടൗൺ, കോട്ടയം, ചെങ്ങന്നൂർ, കൊല്ലം ജംഗ്ഷൻ എന്നിവയാണ് സ്റ്റേഷനുകൾ. ഇതുകൂടാതെ ആലപ്പുഴ വഴി രണ്ടാമതൊരു വന്ദേ ഭാരത് കൂടി കാസർഗോഡേക്കുണ്ട്. ഈ ട്രെയിനിന് നിലവിൽ തിരൂരിൽ സ്റ്റോപ്പുണ്ട്. ഇതുകൂടാതെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, ഷൊർണൂർ ജംഗ്ഷൻ, തൃശൂർ, ആലുവ, എറണാകുളം ജംഗ്ഷൻ, ആലപ്പുഴ, കൊല്ലം ജംഗ്ഷൻ, തിരുവനന്തപുരം സെൻട്രൽ എന്നിവയാണ് മറ്റ് സ്റ്റേഷനുകൾ. തിരുവനന്തപുരത്തിനും മംഗളൂരു സെൻട്രലിനും ഇടയിലോടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിനും തിരൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ആദ്യം അവതരിപ്പിച്ച സർവീസിന് തിരൂരിൽ സ്റ്റേഷൻ അനുവദിക്കാത്തതെന്ന ചോദ്യമാണ് ഉയരുന്നത്. വളരെയധികം ഡിമാൻഡ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ആവശ്യം പരിഗണിക്കാത്തതെന്ന ചോദ്യമാണ് യാത്രക്കാർ ഉയർത്തുന്നത്. അതേസമയം കേരളത്തിന്റെ മൂന്നാമത്തെ സെമി ഹൈസ്പീഡ് ട്രെയിനായ എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് എക്സ്പ്രസ് നവംബർ പകുതിയോടെ സർവീസ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ബാംഗ്ലൂർ കന്റോൺമെന്റിലേക്കാണ് ട്രെയിൻ സർവീസ് നടത്തുന്നത്. 608 കിലോമീറ്റർ ദൂരം 8 മുതൽ 9 മണിക്കൂറിനുള്ളിൽ ഈ ട്രെയിൻ പിന്നിടും.